ഇന്നും നാളെയുമായി നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ വാക്കാണ്, ദൈവഹിതം. ഇത് കേൾക്കാത്തവരോ ഇത് ഉപയോഗിക്കാത്തവരോ ആരുമില്ല. എന്നാൽ ദൈവഹിതം എന്ന വാക്ക് പുറമേ ശാന്തമെന്ന് തോന്നുന്ന ഒരു ജലാശയം പോലെയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് സങ്കീർണതകളോ അതിലെന്തെങ്കിലും ഒരു അപകടമോ ഇല്ല എന്ന് തോന്നാം. ഒറ്റ നോട്ടത്തിൽ ശാന്തമായ ജലാശയം പോലെ, സ്വച്ഛമായ ഒരു ജലാശയം പോലെ, ഒരു നീർത്തടം പോലെയാണ് ഈ വാക്ക്. എന്നാൽ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇതിൻ്റെ സങ്കീർണതകളും ഇതിൻ്റെ ഉള്ളിലുള്ള ചില അപകടം നിറഞ്ഞ ചുഴികളും ഉള്ളത്. അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ചില കുടുംബ ബന്ധങ്ങളുടെ പരിസരത്ത് നിന്നുകൊണ്ട് നമ്മളെല്ലാം നിത്യജീവിതത്തിൽ സ്ഥാനത്തും അസ്ഥാനത്തും പ്രത്യേകിച്ചങ്ങനെ സൂക്ഷ്മതയില്ലാതെ ഉപയോഗിക്കുന്ന ദൈവഹിതം എന്ന വാക്ക് എന്ന ഒരു വിചാരമാണ് ഇന്നും നാളെയുമായി നമ്മൾ ധ്യാനിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് 2 ദിവസത്തേക്കുമായി ആൽഫ മോൾ പാഠം വായിച്ചു കഴിഞ്ഞു. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനത് ഒന്നുകൂടെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം, അതിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ജോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും. അടുത്ത വാചകം ശ്രദ്ധിക്കണം. ദൈവം എന്നെ നിങ്ങൾക്ക് മുന്നേ അയച്ചിരിക്കുന്നു. അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരേണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടെ ഈ ഭദ്രാസനത്തിലെ വിശ്വാസ സമൂഹമായ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന നിന്റെ അഭിഷിക്തന്മാരോടൊപ്പം വചനം ധ്യാനിപ്പാൻ നൽകിയ അവസരത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ഞങ്ങൾക്കിന്ന് സത്യമായി, സൗഖ്യമായി, സമാധാനമായി സംഭവിക്കണമേ. ദൈവഹിതത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നും നാളെയുമായി ധ്യാനിക്കുമ്പോൾ വളരെ നിഷ്കളങ്കമെന്ന് ഞങ്ങൾ കരുതുന്ന ഒരു വിചാരം, പ്രത്യേകിച്ച് അങ്ങനെ അതിലൊരു അപകടവുമില്ല എന്ന് ഞങ്ങൾ കരുതുന്ന ഒരു വാക്ക്, പ്രത്യേകിച്ച് ഒരു സൂക്ഷ്മതയോ ആലോചനയോ ഇല്ലാതെ പലപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, എന്നാൽ അത് എത്രത്തോളം ചതിക്കുഴികൾ നിറഞ്ഞതാണെന്നും അതിലെത്രത്തോളം അപകടങ്ങൾ പതിയിരിക്കുന്നുവെന്നും ഞങ്ങൾ കരുതുന്നത് പോലെ ദൈവഹിതമെന്ന വാക്ക് അത്ര നിഷ്കളങ്കമല്ലെന്നും ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നീ ചിന്തിപ്പിക്കണമേ. ദൈവഹിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിനും ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ചേർന്ന വിധത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കണമേ. വചനം ശുശ്രൂഷിപ്പാൻ അടിയനെയും
അതനുസരിപ്പാനും അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ 5-ലധികം വർഷമായി വായനയെ വളരെ ഗൗരവമായി, പ്രത്യേകിച്ച് ചരിത്രത്തെ ഗൗരവമായി കാണുന്ന മനുഷ്യർ, ശ്രദ്ധിച്ചിട്ടുള്ള ഒരു യുവാവാണ് മനു എസ് പിള്ളൈ. അദ്ദേഹത്തിൻ്റെ ഐവറി ത്രോൺ മുതലുള്ള 4 പുസ്തകങ്ങളിൽ ചിലതെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ പുസ്തകമാണ്, 5ാമതായി എഴുതി കഴിഞ്ഞ ഡിസംബറിൽ പുറത്തു വന്ന പുസ്തകമാണ് ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷനറീസ്. ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷനറീസ്. ഏതാണ്ട് 534 പേജുള്ള കനപ്പെട്ട ഒരു പുസ്തകമാണ്. എന്നാൽ ഇതിൻ്റെ പകുതിയിലധികം ഇതിൻ്റെ റഫറൻസുകളാണ്. എന്ന് പറയുമ്പോൾ ധാരാളം ഗവേഷണം നടത്തി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും മിക്കവാറും ആരംഭിക്കുന്നത് ഒരു സംഭവ കഥ പറഞ്ഞാണ്. കഥയിലൂടെ ചരിത്രത്തെ നറേറ്റ് ചെയ്യുന്ന ഒരു നറേറ്റീവ് ഹിസ്റ്റോറിയൻ എന്ന് വേണമെങ്കിൽ മനു എസ് പിള്ളയെ വിളിക്കാം. ഞാൻ ഈ പറഞ്ഞ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷനറീസ് എന്ന ഈ പുസ്തകം ആരംഭിക്കുന്നത് 1902 നടന്ന ഒരു ചരിത്ര സംഭവം പരാമർശിച്ചുകൊണ്ടാണ്. ഇംഗ്ലണ്ടിലെ രാജാവായ എഡ്വേർഡ് 7 അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ഇന്ത്യയിൽ നിന്ന് പലരെയും വിളിച്ചിരുന്നു. ജയ്പൂർ രാജാവിനെയും ഈ സ്ഥാനാരോഹണ ചടങ്ങിന് സംബന്ധിക്കാൻ പ്രത്യേകം എഡ്വേർഡ് 7 ക്ഷണിച്ചിരുന്നു. എന്നാൽ ഈ യാത്രയെക്കുറിച്ച് അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. ഈ യാത്രയെക്കുറിച്ചുള്ള ആലോചന തുടങ്ങിയപ്പോഴാണ് ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ളത്. ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് കാലാപാനി കടക്കാൻ പാടില്ല. കടൽ കടക്കുന്നത്, സമുദ്രം കടക്കുന്നത് ജാതി ഭ്രഷ്ടു വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തിന് കലശലായ മോഹമുണ്ട് എഡ്വേർഡ് 7 സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം ദർബാർ വിളിച്ചു. ദർബാറിലെ പുരോഹിതന്മാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ജാതി ഭ്രഷ്ടില്ലാതെ, പ്രത്യേകിച്ച് അങ്ങനെ വലിയ മതപ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്കിത് പരിഹരിക്കാം. അതിന് രാജാവ് ഒരു കാര്യം ചെയ്താൽ മതി. രാജാവിൻ്റെ ഇഷ്ട ദൈവമായ ശ്രീ ഗോപാൽജിയെ കൂടെ കൊണ്ടുപോയാൽ മതി. അപ്പം രാജാവല്ല യാത്ര ചെയ്യുന്നത്, ദൈവമാണ് യാത്ര ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പിറകെ രാജാവ് പോകുന്നു എന്നേ ഉള്ളൂ. രാജാവിനത് ബോധിച്ചു. കൊള്ളാം, അച്ഛന്മാരായ പുരോഹിതന്മാരായാൽ ഇങ്ങനെ വേണം, മനസ്സറിഞ്ഞ് വ്യാഖ്യാനിച്ചു കൊടുക്കണം. കൊള്ളാം. അപ്പോൾ അദ്ദേഹം മുംബൈയിൽ ഒരു പുതിയ കപ്പൽ പണിയിച്ചു. ജയ്പൂരിൽ നിന്നും പുരോഹിതന്മാർ മുംബൈയിലെത്തി ഈ കപ്പൽ ശുദ്ധീകരിച്ചു. എന്നിട്ട് വലിയ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ ജയ്പൂർ രാജാവിൻ്റെ ഇഷ്ട ദൈവമായ ശ്രീ ഗോപാൽജിയെ ആദ്യം കപ്പലിൽ കയറ്റി. ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് സാമാന്യം വിസ്തരിച്ച് മനു എസ് പിള്ളൈ പറയുന്നുണ്ട്. എന്നിട്ട് ലണ്ടനിൽ ചെന്നപ്പോഴും ചെയ്തത്, ആദ്യം രാജാവല്ല കപ്പലിൽ നിന്നിറങ്ങിയത്, ഗോപാൽജിയാണ് ഇറങ്ങിയത്. അതിൻ്റെ പിറകെയാണ്. ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തെ കൂട്ടുപിടിച്ച് സ്വന്തം ഇഷ്ടം നടപ്പിലാക്കി അതിന് ദൈവഹിതം എന്ന് പേര് കൊടുക്കുന്നത്?
രാജാവിന് ലണ്ടനിൽ പോണം. മതവും പാരമ്പര്യങ്ങളും ആചാരങ്ങളും എതിരാണ്. പക്ഷേ ഇതെല്ലാം ദൈവഹിതമായി വ്യാഖ്യാനിക്കാൻ അധികാരവും പുരോഹിതന്മാരും കൂട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ജയ്പൂർ രാജാവ് ലണ്ടനിൽ പോയി എന്നാണ് മനു എസ് പിള്ളൈ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, രാജാവ് കടൽ കടന്നു പോയത് ദൈവഹിതമാണോ, അതോ രാജാവിൻ്റെ ഇഷ്ടമറിഞ്ഞ് മതപുരോഹിതന്മാർ രാജാവിൻ്റെ താല്പര്യങ്ങളെ ദൈവഹിതമായി വ്യാഖ്യാനിച്ചതാണോ? ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. പിന്നീട് അത് മോഡേൺ ഹിന്ദുത്വയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ പ്രസംഗത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ദൈവഹിതം എന്ന വാക്ക് പലപ്പോഴും നമ്മുടെ പ്രവർത്തികളെ ന്യായീകരിക്കാനോ ലഘൂകരിക്കാനോ നമുക്കനുകൂലമായി കാര്യങ്ങളെ വളച്ചൊടിക്കാനോ സൗകര്യം പോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കായി ദൈവഹിതം എന്നത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, കേട്ടാൽ നിഷ്കളങ്കമെന്ന് തോന്നുന്ന വളരെ നൈവായ ഒരു വാക്കാണ് ദൈവഹിതം. എന്നാൽ ഇത്രയധികം ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്ന, ഇത്രയധികം അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന, ഇത്രയധികം മരണം മണക്കുന്ന മറ്റൊരു വാക്കുണ്ടോ എന്ന് നാം ഗൗരവമായി ഈ ദിവസങ്ങളിൽ ആലോചിക്കാനായി പോവുകയാണ്. ഇനി മനു എസ് പിള്ളയുടെ കാര്യം ഇച്ചിരി കട്ടിക്ക് പറഞ്ഞതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റായിട്ട് എങ്ങനെയാണ് ദൈവഹിതം എന്നത് ഒരു തമാശയായി മാറുന്നത് എന്നത് പറയാം. 2 ഇടവക മിഷൻ അംഗങ്ങൾ ഒരു ഭയങ്കര സുവിശേഷ വേലയിൽ വലിയ തൽപരരാണ്. എന്തിനും ഏതിനും ബൈബിൾ വാക്യം അവരുദ്ധരിക്കും. ഇവർ 2 പേരും കൂടെ ഒരു യാത്ര പോയി. അതിലൊരാൾ ഉച്ചയ്ക്ക് ഭക്ഷണം, ചോറിൻ്റെ പൊതി കയ്യിൽ കരുതിയിരുന്നു. മറ്റേ ആളുടെ കയ്യിൽ ചോറും പൊതി ഇല്ല. ഉച്ചയായി. ചോറും പൊതി കൊണ്ടുവന്നയാൾ അദ്ദേഹത്തിന് വിശന്നപ്പോൾ നല്ല വാഴയിലക്കകത്ത് പൊതിഞ്ഞ ഈ ഭക്ഷണം അങ്ങോട്ട് തുറന്നു. നല്ല പാവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ചാക്കക്കുരു മെഴുക്കുവരട്ടിയും എല്ലാം കൂടി, പിന്നെ വാഴയിലയുടെ മണവും മാങ്ങാ ചമ്മന്തിയും. മനു എസ് പിള്ളയുടെ കാര്യം പറഞ്ഞിട്ട് മുഖത്തൊരു ഭാവവും ഇല്ലാത്തവർ പോലും ഇത് പറഞ്ഞപ്പം എന്താ ഭാവം, ഇതിൻ്റെ മണം, ഓഫ്, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല. ഈ ചോറും പൊതി കൊണ്ടുവരാഞ്ഞ പച്ചക്കിളികളെ ഞാൻ നിങ്ങളെ കണ്ടില്ല. ചോറും പൊതി കൊണ്ടുവരാഞ്ഞ ആൾക്ക് ഈ ഒന്നാമത് നല്ല വിശപ്പ്, അതിൻ്റെ കൂടെ ഇതിൻ്റെ മണം. സാഹി കെട്ടപ്പം ഇയാൾ പറഞ്ഞു, എടേ എനിക്കൂടെ താടേ ചോറ്. അപ്പോൾ വേദപുസ്തകം കണ്ടമാനം പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഈ എടോ മിഷൻ സഹോദരൻ പറഞ്ഞു, എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അപ്പം തരത്തില്ല, ചോറ് തരത്തില്ല. അപ്പം ഈ ചോറ് എങ്ങനെയെങ്കിലും കയ്യിലാക്കണമെങ്കിൽ ഇവനോട് വേദപുസ്തകത്തിലെ ഒരു വാക്യം പറഞ്ഞെങ്കിൽ ഇവന് കുറ്റബോധം തോന്നും. അപ്പോൾ ഈ ചോറ് കൊണ്ടുവരാത്ത അച്ചായൻ ചോറ് കൊണ്ടുവന്ന അച്ചായനോട് പറഞ്ഞെടാ, നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം കേട്ടതും മുടിഞ്ഞ കുറ്റബോധമായി. നീ മനസ്സിൽ പറഞ്ഞു കാണും, കൊണ്ടുപോയി വിഴുങ്ങ്. കാരണം വാക്യം കേട്ടപ്പോഴത്തേക്ക് കൈവിട്ടുപോയി, ചോറുംപതി കൈ കിട്ടി. പക്ഷേ ചോറുണ്ണാൻ അങ്ങോട്ട് തുടങ്ങിയതായതുകൊണ്ട് അയാൾക്കും കൊതി സഹിക്കാൻ മേല. ഇവൻ ഇരുന്ന് വിഴുങ്ങുക. എന്നാൽ ഇവൻ കൊണ്ടുവന്ന പൊതിയാണെന്നെങ്കിലും ഒരു വിചാരം വേണ്ടേ? അപ്പം പകുതിയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി
ആ കൂട്ടുകാരൻ ഉപയോഗിച്ച തന്ത്രം ഇയാൾ അങ്ങോട്ട് പ്രയോഗിച്ചു. എടാ, നീയല്ലേ പറഞ്ഞത്, വേദോസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്പോൾ ഇവൻ പറയാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ താടാ. എടാ, വേദോസ്തവം ശരിക്കും വായിക്കണം. ഇവൻ പറയാ, നിന്റെ അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. രണ്ടുപേരും ചോറ് കിട്ടാനും ഉപയോഗിക്കുന്നത് വേദപുസ്തകം, ചോറ് കൊടുക്കാതിരിക്കാൻ. അതുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും വെറുതെ കയറി വേദപുസ്തക വാക്യം ഉദ്ധരിക്കുന്നത് കൊണ്ട് അത് ദൈവഹിതവും ദൈവീകവുമാവില്ല. അതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം വളരെ പ്രധാനമാണ്. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് വേദപുസ്തകത്തിലെ ഒരു വാക്യത്തോടും താല്പര്യമില്ലെങ്കിലും ഈ അമർത്തി കുലുക്കി എന്ന് പറയുന്ന വാക്യത്തോടൊരു പ്രത്യേക വീക്ക്നെസ്സാണ്. എന്താ കാര്യം? സജുവച്ചനൊക്കെയാണ് കുലുക്കിൻ്റെ മൊത്തം കുലുക്കോട് കുലുക്ക. കാരണം ഈ വാക്യം പറഞ്ഞാൽ ഒരുവിധം പള്ളി വരുന്നതും കൊടുത്തു പോകും. കാരണം ഇത് വേദോത്സവത്തിലെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്ത് ലളിതമെന്ന് നമ്മൾ കരുതുന്ന ഒരു വാക്ക് ദൈവഹിതം, അതിൻ്റെ അകത്ത് ഇത്രയും കുഴപ്പമുണ്ടോ? ആ വാക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അത് നമുക്ക് വളച്ചൊടിക്കാൻ പറ്റുന്നതാണോ? ലോകത്തിൽ ഇത്രയധികം വളച്ചൊടിക്കപ്പെട്ട മറ്റൊരു വാക്കില്ല ദൈവഹിതം പോലെ. ഞാൻ അല്പം വിസ്തരിച്ച് തന്നെ ഇതിൻ്റെ ആമുഖം ഞാൻ പറയണമെന്നാണ് വിചാരിക്കുന്നത്. 2 ദിവസം ഉള്ളത് കൊണ്ടും കൂടെയാണ്. കാരണം ഈ വാക്കിൽ ഒതുങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം അറിയാതെ, ഈ വാക്കിൽ ഒളിച്ചിരിക്കുന്ന ചില ചുഴികൾ, മരണച്ചുഴികൾ, ചില സ്വാർത്ഥതയുടെ ചുഴികൾ, ചില അപകട ചുഴികൾ, ചില സാമ്രാജ്യ ചുഴികൾ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതിനെ ഒന്ന് നമുക്ക് ചെറിയതായി പറഞ്ഞു തുടങ്ങിയെങ്കിൽ മാത്രമേ ജോസഫ് പറയുന്നതിൻ്റെ പൊരുൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അറിയാൻ പറ്റും. തിരുമേനിയുടെ സ്ഥലത്തിനടുത്താണ് ഇലന്തൂർ നരബലി നടന്നത്. തിരുമേനി ഇപ്പോൾ പറയും, അല്ല ഇലന്തൂരിൽ നിന്നും നല്ല ദൂരമുണ്ട് തിരുമേനിയുടെ സ്ഥലമെന്ന് പറയും. അവിടെയാണ് എന്ത് നടന്നത്? നരബലി. നരബലി നടത്തിയ ആള് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതെന്താണ്? ദൈവഹിതമാണ്. ഇനി ഞാനൊരു കാര്യം പറയുന്നത്, ഇത് ലൈവാണ് എന്നറിയാമെങ്കിൽ പോലും കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വെളിപ്പെടുത്തില്ല. എന്നാൽ അത് പറയാതെ ശരിയാവില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്. കേരളത്തിലെ ഒരു ബിഷപ്പിനോടൊപ്പം ഞാനൊരു സ്ഥലത്ത് ബിരിയാണി കഴിക്കാൻ കയറി. മർത്തോമായോ അല്ലെങ്കിൽ നമ്മുടെ ബാവ അറിയാതെ ഇവിടെ ബാവയായിട്ടിരിക്കുന്ന അച്ഛനോ ഒന്നുമല്ല, വേറെ ഏത് സഭ, മറ്റ് വിശദാംശങ്ങളൊന്നും ചോദിക്കരുത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുമേനി എന്നോട് പറഞ്ഞു, ബിഷപ്പ് എന്നോട് പറഞ്ഞു, എൻ്റെ ഭദ്രാസനത്തിൽ വലിയ സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്, പൈസയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ടുക. എനിക്ക് കഴിഞ്ഞിടയ്ക്ക് ഒരു ഓഫർ വന്നു, കുറച്ച് കള്ളപ്പണം തരാം, അത് സ്തോത്രകാഴ്ചയാക്കി വെളുപ്പിച്ചിട്ട് ഇത്ര ശതമാനം തിരിച്ചു കൊടുത്താൽ മതി. പൂർണ്ണ ഉത്തരവാദിത്തോടെ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത് എന്നതിൽ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. നമ്മുടെ ചുറ്റിലും കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് തഴച്ചു വളരുന്ന പല ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും സ്തോത്രകാഴ്ച കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നതാണ്. 10,000 രൂപ സ്തോത്രകാഴ്ച കിട്ടുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരാൾ പറയുകയാണ് 1,00,000 രൂപ തരാം, 75,000 രൂപ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പുളിക്കുമോ? അപ്പോൾ ഈ പാവം വിശ്വാസികൾ ചിന്തിക്കുന്നത് കണ്ടോ, മാർത്തോമാ സഭ ഇപ്പോഴും ഓഞ്ഞായിരിക്കുന്നത്, ഇന്നലെ തുടങ്ങിയ പെട്ടിക്കട പോലെ തുടങ്ങിയ ഒരു സഭ തഴച്ചു വളരുന്നു. ഇതൊന്നും തഴച്ചല്ല വളരുന്നത്. എന്നിട്ട് ഇതിനെയെല്ലാം പാവം വിശ്വാസികൾക്ക് ഇത് വല്ലതും അറിയുമോ? ഇതിന് മൊത്തത്തിൽ കൊടുക്കുന്ന പേരാണ് ദൈവഹിതം. ഒന്ന് വിറപ്പിച്ചാൽ അതെന്തായി?
പല അധാർമികമായ ഇടപാടുകളെയും ദൈവത്തിന് നിരക്കാത്ത നെറികേടുകളെയും ശബ്ദം വിറപ്പിച്ച് ദൈവീകമാക്കുന്ന ജാലവിദ്യയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ദൈവഹിതം? വയനാട് പ്രകൃതി ദുരന്തമുണ്ടായി. ദൈവഹിതമാണോ? അല്ല. മനുഷ്യൻ പ്രകൃതിയുടെ മേൽ നടത്തിയ നായാട്ടിന് പ്രകൃതി തിരിച്ചടിച്ചതല്ലേ? ഇത് ദൈവഹിതമാണോ? ദൈവം മനുഷ്യന് കൊടുത്ത നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ആ കഴിവ് പ്രയോഗിക്കാത്തതിൻ്റെ ഫലമാണോ? ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തം. ഇപ്പോഴും അവിടെ ആര് കണ്ടാലും കരഞ്ഞു പോകുന്ന തരത്തിൽ ചില ജീവിതങ്ങളുണ്ട്. അവർ അങ്ങനെ ജനിച്ചതും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവഹിതമാണോ? മനുഷ്യന്റെ പാപത്തിന്റെ ഫലമാണോ? (2018) വെള്ളപ്പൊക്കം മനുഷ്യൻ വരുത്തിയതാണോ? ദൈവം വരുത്തിയതാണോ? കൊറോണ എന്ന് പറയുന്ന വലിയ പകർച്ചവ്യാധി, ഇത് ദൈവഹിതമാണോ അതോ മനുഷ്യൻ വരുത്തിയതാണോ? നമ്മൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എല്ലാത്തിനും ദൈവത്തെ കൂട്ടുപിടിക്കരുത്. ഒരാൾ പഠിക്കാതെ ഉഴപ്പി നടന്ന് പരീക്ഷയ്ക്ക് 8 നില പൊട്ടിയിട്ട് അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ ഒലക്ക കൊണ്ടടിക്കുമോ ഇല്ലയോ? എന്താണ് ദൈവഹിതം? മദ്യപിച്ച് വാഹനമോടിച്ച് വല്ല കടയിലും പോസ്റ്റയിലും ചെന്ന് ഇടിച്ചിട്ട് അത് ദൈവഹിതമാണെന്ന് പറയാമോ? മദ്യപിച്ച് തിരിച്ചു വന്ന് ഭാര്യയെ ഇടിച്ചിട്ട് അത് ദൈവഹിതമാണെന്ന് പറയാമോ? നമ്മൾ ഈ വാക്ക് എത്ര സ്ഥലത്ത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്? നമ്മുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗുണദോഷമാണ്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പല വേതാളങ്ങളും വരും, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് മറ്റൊരു തരത്തിൽ വായിച്ചെടുക്കാം. ദൈവം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ്, ദൈവഹിതമാണെന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ ദൈവഹിതം എന്നത് ഒരു കാര്യമായ വിശദീകരണം അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ എല്ലാത്തിനും വിശദീകരണങ്ങളില്ല. ഞാൻ എന്തുകൊണ്ട് പഞ്ചാബിൽ ജനിച്ചു? ഞാൻ പഞ്ചാബിലാണ് ജനിച്ചത്. എൻ്റെ അപ്പനും അമ്മയും പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് അപ്പൻ പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പേര് മോത്തി എന്നിട്ടത്. ഒരു മഹാൻ്റെ പേര് കിടക്കട്ടെ, ഇനി അതിൻ്റെ കുറവ് കൊണ്ട് ഇവൻ നന്നായില്ലെന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടതാണ്. അന്നത്തെ ആ കളറൊക്കെ കണ്ടാൽ ആരും, പിന്നെ ഈ കുട്ടനാട്ടിൽ വന്ന കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് മോത്തി ആയിപ്പോയെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഒറിജിനലി ഇങ്ങനെ അല്ലായിരുന്നു. സംശയമുള്ളവർക്ക് എൻ്റെ പോളിയോ എടുത്ത സമയത്തെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. നല്ല വെളുത്തായിരുന്നു. ഞാൻ എന്തുകൊണ്ട് അവിടെ ജനിച്ചു എനിക്കറിയില്ല. ഞാൻ എന്തുകൊണ്ട് മാർത്തോമാ സഭയിലെ അംഗമായി എനിക്കറിയില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതിലെ ഒട്ടുമിക്ക കാര്യങ്ങളും
നമുക്ക് ഗ്രഹിക്കാൻ അത്ര പ്രയാസമുള്ളതല്ല. ഗ്രഹിക്കാനും വിശദീകരിക്കാനും സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വിടാം. ദൈവഹിതം. ഈ ദൈവഹിതം എന്ന വാക്ക് പൊരുൾ തിരിക്കുക എന്നതാണ് ഇന്നും നാളെയുമായി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിന് ഏറ്റവും സഹായകരമാകുന്ന ഒരു ഫാമിലി ഡൈനമിക്സ്, ഒരു കുടുംബ രസതന്ത്രം അല്ലെങ്കിൽ ഒരു കുടുംബ പുരാണം. ഈ വർഷത്തെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വിഷയം കുടുംബമാണല്ലോ. അതുകൊണ്ട് ഒരു ഫാമിലി പുരാണം, കുടുംബ പുരാണം, കുടുംബ മഹിമ, കുടുംബ രസതന്ത്രം അതിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം. എന്നാൽ ആ കഥയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അല്പം ദീർഘമായ ഒരു ആമുഖം ഞാൻ പറയും. ദൈവഹിതം എന്തെന്ന് നമ്മൾ പറയുന്നതിന് മുൻപ്, ദൈവഹിതം എന്ത് എന്ന വാക്ക് അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന, ഒരു ദേശത്ത് സംഭവിക്കുന്ന ഒരു ദുരന്തം, അത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കും എന്ന് പറയുന്നതിന് മുൻപ് ഒന്നാമത് പറയേണ്ടത്, ഇത് അവോയ്ഡബിൾ ആയിരുന്നോ? ഇത് മനുഷ്യൻ അല്പം കൂടെ വിവേകത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ, അല്പം കൂടെ മനുഷ്യ സ്നേഹത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ, അല്പം കൂടെ ദൈവഭയത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നോ? If it is an avoidable tragedy, it is not God's will. രണ്ട്, ഒരാളുടെ ജീവിതത്തിൽ ഒരു വിജയം, ഒരു ജോലി, അത് നേടാമായിരുന്നു. പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ടും എൻ്റെ ഉഴപ്പ് കൊണ്ടും ഞാൻ പഠിക്കാതെ നടന്നതുകൊണ്ടും എനിക്കത് സാധിച്ചില്ല. If it were achievable, then it is not God's will. അപ്പോൾ ഒന്ന്, ഒരു ദേശത്തോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിലോ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അശ്രദ്ധ കൊണ്ടും മനുഷ്യസ്നേഹമില്ലായ്മ കൊണ്ടും ദൈവഭയമില്ലായ്മ കൊണ്ടും സംഭവിച്ചതാണെങ്കിൽ, if we could have avoided it, അത് അവോയ്ഡബിൾ ആണെങ്കിൽ അതെന്തല്ല? അത് മനുഷ്യഹിതമാണ്, ദൈവഹിതമല്ല. രണ്ട്, അത് അച്ചീവബിൾ ആയിരുന്നോ? മൂന്ന്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവൃത്തിയുടെ ഫലമായി ഒരു ദുരന്തമോ ഒരു അപകടമോ സംഭവിച്ചാൽ അത് ദൈവഹിതമാണ് എന്ന് നാം പറയുകയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്തയാൾക്ക് ന്യായവിധി ഉണ്ടോ? ഒരാൾ ഒരു കൊലപാതകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു ബലാത്സംഗം ചെയ്യുന്നു, ഒരാൾ ഒരു കഞ്ചാവ് കടത്ത് നടത്തുന്നു, എന്തെങ്കിലും ഒരു അധാർമിക പ്രവൃത്തി ആയിരിക്കട്ടെ, അത് ചെയ്തതിൻ്റെ ഫലമായി ചില വിപത്തുകൾ വന്ന് സംഭവിക്കുമ്പോൾ അവിടെ ചെന്നേച്ച് ഇത് ദൈവഹിതമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രവൃത്തി ദൈവഹിതമാണ് എന്നാണ്. ആ പ്രവൃത്തി ദൈവഹിതമാണെങ്കിൽ ആ പ്രവൃത്തിക്ക് ദൈവം ആ വ്യക്തിയെ ന്യായം വിധിക്കുമോ? യൂദ ദൈവഹിതപ്രകാരമാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തതെങ്കിൽ അന്ത്യനാളിൽ ദൈവം യൂദായെ ന്യായം വിധിക്കുമോ? യൂദായെ ദൈവം ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യൂദാ ചെയ്തത് എന്താണ്?
ദൈവഹിതമാണ്. തൻ്റെ ഗുരുവും തൻ്റെ പ്രിയനുമായവനെ പച്ചയ്ക്ക് ചതിച്ച, ഒറ്റിക്കൊടുത്ത, പിള്ളാരുടെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ തേച്ചയാളാണ് ആര്? ഈ മനുഷ്യനെ നോക്കി യേശു പറഞ്ഞു, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ ഇവന് കൊള്ളായിരുന്നു. കാരണം ഒരു കാലത്തും ന്യായീകരിക്കാനാവാത്ത ഒരു പ്രവൃത്തിയാണ് യൂദ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ യൂദ ചെയ്തതിനെ ദൈവഹിതം എന്ന് വിളിക്കാമോ? 4, ഒരു കാര്യം, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ദൈവഹിതമാണെന്ന് പറയുന്നതിന് മുൻപ് ആ ദുരന്തത്തിൻ്റെ ഇരകൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാലോചിക്കണം. ഒരു സങ്കടവും ഒരു ദുരന്തവും ഒരു അപകടവും ഒക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇരകൾ എന്തു പറയുന്നു എന്നത് കേൾക്കാതെ, ഇരകളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കാതെ ദൈവഹിതം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാമോ? 5, ദൈവഹിതം എന്ന് നമ്മൾ പറയുന്ന പ്രവൃത്തി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്ന പ്രവൃത്തിയാണോ? അപ്പോൾ 5 കാര്യങ്ങളാണ് ഒരു കാര്യത്തെ, ഒരു സംഭവത്തെ ദൈവഹിതമാണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നതിന് മുൻപ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. 1, അത് അവോയ്ഡബിൾ ആയിരുന്നോ? അത് ഒഴിവാക്കാനാവുമായിരുന്നു. 2, അത് അച്ചീവബിൾ ആയിരുന്നു. നിങ്ങൾ അല്പം കൂടെ പരിശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് നേടാമായിരുന്നു. 3, ഒരു പ്രവൃത്തി ദൈവഹിതമാണെങ്കിൽ ആ പ്രവൃത്തിയുടെ പേരിൽ ദൈവത്തിന് ആ മനുഷ്യനെ ന്യായം വിധിക്കാനാവില്ല. ന്യായവിധി ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയെ ദൈവഹിതം എന്ന് പറയാമോ? 4, ഒരു പ്രവൃത്തിയെ ദൈവഹിതം എന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ്, വിളിക്കുന്നതിന് മുൻപ് ആ പ്രവൃത്തി കൊണ്ട് ആരൊക്കെ കരഞ്ഞിട്ടുണ്ട്, ആരുടെയൊക്കെ ചോര വീണിട്ടുണ്ട്, ആരൊക്കെ അതിൻ്റെ ഇരകളായിട്ടുണ്ട് എന്ന് ചിന്തിക്കാതെ, ഇരകളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കാതെ ഒരു പ്രവൃത്തിയെയും നമ്മൾ ദൈവഹിതം എന്ന വാക്കുകൊണ്ട് ന്യായീകരിക്കരുത്. 5, ഒരു പ്രവൃത്തി ദൈവഹിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ 5-മതായി ഉപയോഗിക്കാവുന്ന ഒരാലോചന, ആ പ്രവൃത്തി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്നതാണോ? ഇത്രയും ആലോചനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ജോസഫ് പറയുന്ന ഒരു പ്രസ്താവനയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജോസഫ് ഇപ്പോൾ മിസ്രയേമിന് അധിപതിയാണ്. മറ്റ് ഭദ്രാസനത്തിലൊക്കെ ഇതാ നല്ല ബൂസ്റ്റാ തരുന്നത്. മിസ്രയേമിന് അധിപതിയാണ് യോസഫ്. സഹോദരന്മാർ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിലൊരുത്തൻ പറയുന്നു ഇവനെ പൊട്ടക്കിണറ്റിലിടാം. വേറൊരു കൂട്ടർ പറയുന്നു ഇവനെ മിസ്രൈമ്യർക്ക് വിൽക്കാം. അങ്ങനെ സഹോദരന്മാരും അല്ലെങ്കിൽ കൂടപ്പറപ്പുകളും വിശ്വസിച്ചവരും എല്ലാം ചതിച്ച് അങ്ങനെ ഒരു അറ്റ് ദി എൻഡ് ഓഫ് എൻഡ്ലെസ് ഡിസപ്ഷൻ, അവസാനിക്കാത്ത ചതിയുടെ ഇരയായ ഈ മനുഷ്യൻ അവസാനം മിസ്രയേമിൻ്റെ സർവാധിപതിയാകുമ്പോൾ, തൻ്റെ സഹോദരന്മാർക്ക് മുൻപിൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ യോസഫ് പറയുന്നു ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവമാണോ ജോസഫിനെ അവിടെ എത്തിച്ചത്?
പെട്ടെന്ന് ഒരു തീരുമാനത്തിലോട്ട് പ്രവേശിക്കല്, നാളത്തെയും കൂടെ കഴിഞ്ഞിട്ടേ പറയാം. ഇന്ന് പറയുന്നത് അപൂർണമാണ്. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഈ പറയുന്നതിനെ മനസ്സിലാക്കാൻ തിരക്ക് കൂട്ടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ജോസഫ് പറയുന്നു, ദൈവമാണ് എന്നെ അയച്ചത്. ദൈവം സഹോദരന്മാരുടെ ചതിയിലൂടെയാണോ തൻ്റെ ഹിതം നടപ്പിലാക്കുന്നത്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ കൂട്ടുപിടിക്കുന്നത് ചതിയന്മാരെയാണോ? ചതിയന്മാരെയും അധാർമികളെയും സഹോദര സ്നേഹമില്ലാത്തവരെയും കുലപാതകന്മാരെയും അസൂയയുള്ളവരെയും പകയുള്ളവരെയും കൂട്ടുപിടിച്ച് തൻ്റെ ഹിതം നടപ്പിലാക്കേണ്ട ഗതികേട് സർവശക്തനായ ദൈവത്തിനുണ്ടോ? ചതിയന്മാരെ അല്ലാതെ മറ്റാരെയും ദൈവത്തിന് തൻ്റെ ഹിതം നടപ്പിലാക്കാൻ കിട്ടിയില്ലേ? ആദ്യത്തെ വിചാരത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലക്കെട്ട്, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി. ഹൗ ഡസ് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി ഫ്രസ്ട്രേറ്റ് ഗോഡ്സ് പ്ലാൻസ്? ഇച്ചിരി കട്ടിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് നിങ്ങൾ പറയും. ഇത്രയേ ഉള്ളൂ സംഭവം. ഹൗ ഡസ് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി ഫ്രസ്ട്രേറ്റ് ഗോഡ്സ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ, അനുഗ്രഹീതമല്ലാത്ത അല്ലെങ്കിൽ ശാപഗ്രസ്തമായ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതിയെ അട്ടിമറിക്കുന്നത്? ജോസഫിൻ്റെ കുടുംബം പരിശോധിക്കുമ്പോൾ അവിടെ 3 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1 സ്നേഹം, 2 അധികാരം, 3 ധനം. ഈ മനുഷ്യന് എത്ര കിട്ടിയാലും തികയാത്തതും മതിയാവാത്തതുമായ 3 കാര്യങ്ങളാണ് സ്നേഹം, അധികാരം, പണം. പലപ്പോഴും നമ്മൾ ഇതിൽ ചേർക്കുന്ന 1 ലൈംഗികതയാണ്. പക്ഷെ അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമുള്ള കാലം വരെയേ ഉള്ളൂ ഈ ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ദാഹം. എന്നാൽ ICUവിൽ കിടക്കുമ്പോഴും അധികാരത്തോടും പണത്തോടും സ്നേഹത്തോടുമുള്ള മനുഷ്യൻ്റെ ആർത്തി അവസാനിക്കുന്നില്ല. ജോസഫിൻ്റെ ഈ ഒരു ഡിസ്ഫങ്ഷണൽ, സുസജ്ജമായ, സുസംഘടിതമല്ലാത്ത ഈ കുടുംബത്തിൻ്റെ പ്രശ്നം സ്നേഹവും അധികാരവും ധനവുമാണ്. ഇത് ഈ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ജോസഫിൻ്റെയും സഹോദരന്മാരുടെയും മാത്രം പ്രശ്നമല്ല, ഇത് ഇവരുടെ പാരമ്പര്യത്തിലുണ്ട്. അപ്പനായ യാക്കോബ് ഏശാവിനോടുള്ള ബന്ധത്തിൽ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. മൂത്തവൻ എന്ന നിലയിൽ ഇസഹാക്കിന് ഏശാവിനോട് കൂടുതൽ സ്നേഹം തോന്നാം. അപ്പോൾ സ്നേഹം പിടിച്ചു വാങ്ങിക്കാനുള്ള യാക്കോബിൻ്റെ പരിശ്രമങ്ങൾ, അതിന് കൂട്ടുനിൽക്കുന്ന അമ്മ. 2 അധികാരമാണ്, ജ്യേഷ്ഠാവകാശം. 3 ഈ ജ്യേഷ്ഠാവകാശത്തോടൊപ്പം തനിക്ക് കിട്ടുന്ന ധനം. അപ്പോൾ സ്നേഹം, അധികാരം, ധനം. ലോക ചരിത്രത്തിൽ ഈ സാധനം മിക്ക മനുഷ്യരുടെയും ജീനിലുണ്ട്. അധികാരവും സ്നേഹവും ധനവും. ഈ കുടുംബത്തിൽ ജോസഫിനോട് അപ്പന് അല്പം സ്നേഹം കൂടുതലുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച മകനാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അപ്പൻ്റെ വീക്ക്നെസ് ആണ് ആര്? ജോസഫ്.
എവിടെയാണോ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില മനുഷ്യർ വീക്ക്നെസ് ആവുന്നത്, അവിടെ കലാപവും അവിടെ അക്രമങ്ങളും സംഭവിക്കും. ഒന്നുകിൽ എൻ്റെ ദേശക്കാരനാവാം, എൻ്റെ നാട്ടുകാരനാവാം, എൻ്റെ കൂടെ പഠിച്ചവനാവാം, എൻ്റെ പെട്ടിയെടുക്കുന്നവനാവാം, അല്ലെങ്കിൽ പണ്ട് എൻ്റെ കുഞ്ഞമ്മയ്ക്ക് പനി വന്നപ്പം മരുന്ന് വാങ്ങിക്കുടിച്ച തോമാച്ചൻ്റെ ബന്ധത്തിലുള്ളതാവാം. ഈ കുടുംബത്തിലെ മുഴുവൻ കലാപങ്ങൾക്കും തിരികൊളുത്തുന്നത് അപ്പൻ്റെ വീക്ക്നെസ് ആണ്. എന്താണ് അപ്പൻ്റെ വീക്ക്നെസ്? വാർദ്ധക്യത്തിൽ ജനിച്ച മകനോട് ഒരു അമിത സ്നേഹം. സ്നേഹം നല്ലതാണ്, പക്ഷേ ഒരു കുടുംബത്തിൽ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആകരുത്. അധികമായ അമിതമായ സ്നേഹം എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവരോടോ ശാരീരിക ദൗർബല്യം അനുഭവിക്കുന്നവരോടോ വാർദ്ധക്യത്തിലുള്ളവരോടോ കാണിക്കുന്നതിനൊരു ന്യായമുണ്ട്. എന്നാൽ ഇവിടെ 12 മക്കളിൽ അപ്പൻ്റെ വീക്ക്നെസ് ആണ് ജോസഫ്. ഒരു കുടുംബത്തെ, ഒരു ഇടവകയെ, ഒരു സഭയെ നാശത്തിലോട്ട് തള്ളിവിടാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചില മനുഷ്യർ ഒരു വീക്ക്നെസ് ആയാൽ മതി. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീക്ക്നെസ്, വീക്ക് കിട്ടേണ്ട പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് വീക്ക്നെസ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. അതിന് ഇംഗ്ലീഷിൽ അതിന് വലിയ വീക്ക് വാങ്ങിക്കേണ്ട നെസ്സിന് പ്രവൃത്തിക്കുള്ള പരിപാടിക്ക് പറയുന്നതാണ് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളിത്തരമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരപ്പൻ എന്ന നിലയിൽ 12 മക്കൾക്കും സ്നേഹം തുല്യമായി പകുത്തു കൊടുക്കാൻ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന കുടുംബസ്ഥന് അതൊരു പദവിയാണ്, അതൊരു അധികാര സ്ഥാനമാണ്. അപ്പൻ്റെ സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില മനുഷ്യർ വീക്ക്നെസ് ആവാൻ പാടില്ല. ഈ വീക്ക്നെസ് അറിയാവുന്ന ജോസഫ്, പുള്ളി മിടുക്കനാണ്. നമ്മൾ ജോസഫിനെ കുറിച്ച് ഒത്തിരി പോസിറ്റീവായി പറയുന്നെങ്കിലും അല്പം ചരിത്രം കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ 37-ാം അധ്യായം 2-ാം വാക്യത്തിൽ ജോസഫിൻ്റെ പ്രധാന പണി 11 സഹോദരന്മാരെ കുറിച്ചുള്ള ദുശ്രുതി. 37-ന്റെ 2-ാമത്തെ വാക്യം, യോസഫിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചു കൊണ്ടൊരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപ്പായുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി. അപ്പൊ ഈ പുള്ളിയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് അപ്പൻ്റെ ചെവിയിൽ സഹോദരന്മാരെ കുറിച്ചുള്ള ദുശ്രുതി എത്തിക്കുക. ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി, ഒരു ഡിസ്ഫങ്ഷണൽ ചർച്ച്, ഒരു ഡിസ്ഫങ്ഷണൽ പാരീഷിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം അവിടുത്തെ ഇടവകയിലെ അച്ഛന് ചില മനുഷ്യർ വീക്ക്നെസ് ആയാൽ ആ വീക്ക്നെസ് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ചെവിയിൽ മറ്റു മനുഷ്യരുടെ ദുശ്രുതി എത്തിക്കും. ഞങ്ങൾ അച്ഛന്മാരൊരു പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ സുഹൃത്തുക്കളൊക്കെ കൂടും. ആധാർ കാർഡിലില്ലാത്ത വിവരങ്ങൾ പോലും കൊണ്ടത്തരും. എന്തിനാണെന്നറിയാമോ? ഇത് കേട്ട് 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 ഈ ന്യൂസ് തരുന്ന ആളുകൾ നമ്മുടെ വീക്ക്നെസ് ആവും, വീക്ക് കിട്ടുന്നിടം വരെ. ഒരു ഇടവകയും ഒരു സഭയും ഡിസ്ഫങ്ഷണൽ ആവുന്നതിൻ്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ കുടുംബം എന്നതുകൊണ്ട് കുഞ്ഞമ്മയും പൊന്നമ്മയും തങ്കപ്പനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കലല്ല. വി ആസ് എ ചർച്ച്, ഒരു സഭ എന്ന നിലയിൽ, ഇടവക എന്ന നിലയിൽ നമ്മൾ ഒരു കുടുംബമാണ്.
അപ്പൻ്റെ വീക്ക്നെസ്സായ ജോസഫ് ക്രമമായി തൻ്റെ കൂടപ്പിറപ്പുകളെ കുറിച്ചുള്ള ദുശ്രുതി എത്തിച്ചുകൊണ്ടിരുന്നു. ഒരു കുടുംബം എങ്ങനെ ഡിസ്ഫങ്ഷണലാകാതെ ഇരിക്കും? ജോസഫിൻ്റെ അടുത്ത കുരുട്ടുബുദ്ധി, ഇത് ഒരു നേരെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ സമീപനമാണോ? സഹോദരനെ കുറിച്ച് അപ്പൻ്റെ അടുക്കൽ ക്രമമായി ദുശ്രുതി എത്തിക്കുന്നത് ഒരു പ്രേഷിത ദൗത്യമല്ല. കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കേണ്ട പ്രവൃത്തിയാണ്. ഇതൊരു പ്രേഷിത ദൗത്യമോ രക്ഷാദൗത്യമോ അല്ല. ജോസഫ് വീണ്ടും 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫിന് സ്വപ്നമുണ്ടാവുന്നു. ജോസഫ് തൻ്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് സഹോദരന്മാരോടും അപ്പനോടും പറയുന്നുണ്ട്. നമ്മൾ 37-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജോസഫിൻ്റെ ആദ്യത്തെ സ്വപ്നം, വയലിൽ എല്ലാവരും കൂടെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ജോസഫിൻ്റെ കറ്റകളെ മറ്റ് 11 സഹോദരന്മാരുടെ കറ്റകൾ വണങ്ങുന്നു. ഇത് കേട്ട ഉടനെ സഹോദരന്മാർ ചോദിക്കുന്നത്, നീ ഞങ്ങളുടെ മേൽ വാഴുമോ? ഈ സ്വപ്നം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഇവൻ നാളെ ഞങ്ങളുടെ അധികാരിയായി വരുമോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമസ്കരിക്കുന്ന മറ്റൊരു സ്വപ്നം, അതും അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പനും ചോദിച്ച ചോദ്യമേ ഉള്ളൂ, നീ ഞങ്ങളുടെ രാജാവാവുകയും ഞങ്ങൾ നിന്നെ വണങ്ങുകയും ചെയ്യുമോ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഈ സ്വപ്നമൊക്കെ സഹോദരന്മാരോട് പറഞ്ഞതിൻ്റെ ഒരു കാരണം, ഒരു പക്ഷേ, എനിക്കങ്ങനെ ഉറപ്പൊന്നുമില്ല, ജോസഫിനോട് ചോദിച്ചിട്ട് പറയാം, ഒരു പക്ഷേ തൻ്റെ കണക്കുകൂട്ടലുകൾക്ക്, ജോസഫ് ഒരു ഭയങ്കര കണക്കുകൂട്ടലുള്ള ആളാണ്, ഭയങ്കര പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളാണ്, അപാര റാഷണലുള്ള ആളാണ്. അതുകൊണ്ടാണ് മിസ്രൈമിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ക്ഷാമം പരിഹരിക്കാനുള്ള വളരെ കൃത്യമായ പ്ലാനിങ് പറയുന്നത്. ജോസഫ് തൻ്റെ സ്വപ്നം അവരോട് പറയുകയാണ്. അവരുടെ പ്രധാന പ്രശ്നം, ഇവൻ ഞങ്ങളുടെ മേൽ വാഴുമോ? അപ്പോൾ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ജോസഫിനോട് അസൂയയും പകയും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലുള്ള അസൂയയുണ്ട്. ഒന്ന്, ഒരു അസൂയ ഒരു റിയാക്ഷൻ ആവാം. മറ്റേത് വളരെ ഇമ്പൾസീവായി തോന്നാം. ഇമ്പൾസീവായ ഏതൊരു മനുഷ്യനും തോന്നുന്ന സഹജമായ സ്വാഭാവികമായ അസൂയ അത്ര നല്ലതല്ലെങ്കിലും അത് ഡേഞ്ചറസ് അല്ല. എന്നാൽ ഇമ്പൾസീവ് അല്ലാത്ത മറ്റൊരു അസൂയയുണ്ട്, അത് റിയാക്ഷണറി ജലസിയ. അതൊരു റിയാക്ഷനാണ്. ഇവിടെ ജോസഫിൻ്റെ സഹോദരങ്ങളുടെ അസൂയ ഇമ്പൾസീവ് അല്ല, റിയാക്ഷണറി ജലസിയ. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടുകയാണ്. എന്നിട്ട് പറയുന്നു, ഇവൻ്റെ സ്വപ്നം നടക്കുന്നതൊന്ന് കാണട്ടെ. 37-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവൻ്റെ സ്വപ്നം എന്താകും എന്ന് നമുക്ക് കാണാം. സോ ഡിസ്ഫങ്ഷണൽ ഫ്രറ്റേണിറ്റി ഫ്രസ്ട്രേറ്റ്സ് ഗോഡ്സ് പ്ലാൻസ്. ഒരു ഉപജാപം ഉണ്ടാവുകയാണ്. ഒരു പൊതു ശത്രുവിനെ നശിപ്പിക്കാനാണ് ഏറ്റവും അധികം വേഗത്തിൽ ഐക്യം സാധിക്കുക. നമ്മൾ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ മനഃശാസ്ത്രം ഇതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി
എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ ഭാവിക്കും തടസ്സമാണെങ്കിൽ ഒരു കാരണവശാലും ചേരാത്തവന്മാരെല്ലാം ഒരുമിച്ച് ചേരും. ഞങ്ങളുടെ നാട്ടിൽ, കുട്ടനാട്ടിൽ അതിന് പറയുന്നത് കുണ്ടളപ്പാലയ്ക്ക് കാ വന്ന പോലെ എന്നാണ്. നിങ്ങൾ കുണ്ടളപ്പാല കണ്ടിട്ടുണ്ട്? ബാവാച്ചൻ കണ്ടിട്ടുണ്ട്? ഈ നിലമ്പൂരി തേക്കല്ലാതെ കൊള്ളാവുന്ന ഒരു സാധനവും ഇല്ലല്ലേ. ഞങ്ങളുടെ നാട്ടിൽ പറയണം കുണ്ടളപ്പാലയെന്ന് പറയും. അതിന് ഇംഗ്ലീഷും കുണ്ടളപ്പാലയെന്നാണ് കേട്ടോ, എഴുതിയാൽ മതി. ഇതിൻ്റെ പ്രത്യേകത, ഈ കായ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ബാക്കി ഇങ്ങനെ ഒരുമിച്ച് കിടക്കത്തില്ല, ഇത് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഒരിടവകയിലും പള്ളിയിലും സഭയിലും ഒക്കെ കുണ്ടളപ്പാലയുടെ കാ പോലെ പിരിഞ്ഞു നിൽക്കുന്ന കക്ഷികൾ ഒരുത്തനെ ശരിയാക്കാൻ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. ഇത്രയും ഐക്യം ഒരു പൊതു ശത്രുവിനെ തീർക്കാൻ, ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഫലപ്രദമായി നടത്തുന്ന ഫാസിസത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പൊതു ശത്രുവിനെ സൃഷ്ടിക്കുക. നിങ്ങളുടെ ഇടവകയിൽ ഐക്യമുണ്ടാവാൻ നിങ്ങൾ ഒരാളെ പൊതു ശത്രുവായി പ്രഖ്യാപിച്ചാൽ മതി. ഈ സഹോദരന്മാർ കുണ്ടളപ്പാലയുടെ കാ പോലുള്ള 11 എണ്ണം കൂടെ അങ്ങ് ഒറ്റക്കെട്ട്. കാരണം എന്താണെന്നറിയാമോ? ഇത് ക്രിസ്തീയ ഐക്യമൊന്നുമല്ല. വെറുതെ 11 പേർ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുത്തനെ തീർക്കാൻ കൂടിയാൽ അതിൻ്റെ പേര് ക്രിസ്തീയ ഐക്യമെന്നല്ല. നമുക്കൊരു വിചാരമുണ്ട്, 10-11 പേർ ഒരേ ലക്ഷ്യത്തോടെ. അല്ലല്ല, ഇത് കോൺസ്പിറസിയാണ്. എല്ലാ ഐക്യവും ദൈവഹിതമല്ല. ഇവർ സമയം അതിക്രമിക്കുന്നു, സമയത്ത് തീർക്കണം എന്നതുകൊണ്ട് ഞാൻ ഒരല്പം വേഗത്തിൽ പോവുകയാണ്. ഈ സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്നു. ആദ്യം കൊല്ലാൻ തീരുമാനിക്കുന്നു, പിന്നെ കിണറ്റിലിടാൻ തീരുമാനിക്കുന്നു, പിന്നെ വിൽക്കാൻ തീരുമാനിക്കുന്നു. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവൻ്റെ സ്വപ്നത്തെ നശിപ്പിക്കണം. മനോഹരമായൊരു വാചകം ഒരു പ്രത്യേക ചരിത്ര സന്ധിയിൽ കേരളത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. യു ക്യാൻ കിൽ ദ ഡ്രീമർ ബട്ട് നോട്ട് ദ ഡ്രീംസ്. നിങ്ങൾക്ക് സ്വപ്നം കാണുന്നവനെ തീർക്കാം, എന്നാൽ അവൻ്റെ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നമാണെങ്കിൽ നീയല്ല, ആര് വിചാരിച്ചാലും അത് തീർക്കാം. യു ക്യാൻ കിൽ ദ ഡ്രീമർ ബട്ട് നോട്ട് ദ ഡ്രീംസ്. ഇച്ചിരി കാര്യങ്ങളോട് പറയാനുണ്ട്, പക്ഷേ ഞാനതവിടെ അവസാനിപ്പിക്കാം. ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി, സഹോദരങ്ങൾ, അനാരോഗ്യകരമായ സ്നേഹത്തിൻ്റെ പങ്കുവെപ്പുകൾ, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഷെയറിങ് ഓഫ് ലവ്, ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നത്? ഒരു കുടുംബ ബന്ധത്തെ എങ്ങനെയാണ് അത് ശാപഗ്രസ്തമാക്കുന്നത്? എങ്ങനെയാണ് റിയാക്ഷണറി അസൂയയും പകയും മരണകരമാവുന്നത്, കുലപാതകത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. എൻ്റെ ചോദ്യം, ജോസഫ് പറയുന്നു, എന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരന്മാർ ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചത് ദൈവഹിതമാണോ അല്ലയോ? ജോസഫിനെ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിൽക്കാൻ തീരുമാനിച്ചത് ദൈവഹിതമാണോ? ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേരുന്നതാണോ? ജോസഫ് പറഞ്ഞതനുസരിച്ച് തൻ്റെ 11 സഹോദരന്മാരുടെ കോൺസ്പിറസിയിൽ തന്നെ കൊല്ലാനും പിന്നീട് തീരുമാനം മാറ്റി മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിൽക്കാനും തീരുമാനിച്ചത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഈ 11 സഹോദരന്മാരെ ദൈവം ന്യായം വിധിക്കുമോ? ദൈവഹിതം എന്ന വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. നമ്മൾ വിചാരിച്ചാൽ
ഒഴിവാക്കാവുന്നതാണോ? ന്യായവിധി ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണോ? ദൈവ സ്വഭാവത്തിന് ചേരുന്ന പ്രവൃത്തിയാണോ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനോട് ചെയ്തത്? സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ, കൊല്ലരുത് എന്നത് ന്യായപ്രമാണത്തിലെ അലംഘനീയമായ ഒരു പ്രമാണമാണെങ്കിൽ, സഹോദരനെ കൊല്ലാനും അവനെ ഉന്മൂലനം ചെയ്യാനും ഇവർ ശ്രമിച്ചത് ദൈവഹിതമാണോ? ദൈവഹിതത്തെക്കുറിച്ച് കുറെ കൂടെ പ്രാർത്ഥനയോടെ, കുറെ കൂടെ ദൈവഭയത്തോടെ, കുറെ കൂടെ മനുഷ്യസ്നേഹത്തോടെ, കുറെ കൂടെ നീതിബോധത്തോടെ ചിന്തിപ്പാൻ നമുക്ക് ഇടയാവട്ടെ. ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് ദൈവം അനുവദിക്കുമെങ്കിൽ ഒരുമിച്ച് ധ്യാനിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പ്രത്യേകം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.